പരാതിയില്ല, ദേഷ്യമില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സുഹൃത്തുക്കളായിട്ട് ഇല്ല, എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വല്ല ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ് ബിഗ് ബോസ്. ഇവിടെ വെച്ച് ഞാൻ പറയാം, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ വ്യൂ പോയിന്റിൽ രണ്ടാമത്തെ ആഴ്ച അല്ല 16 ദിവസം വരെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളാണ്. എൻ്റെ ഉറക്കം എനിക്കിപ്പോഴും ശരിയല്ല. സംസാരിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴുള്ള പെയിൻ വരുന്നുണ്ട്, പസ് വരുന്നുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ എൻ്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോൾ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനിയൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അത് 100 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു വീഡിയോ തന്നെ ഒരാൾ അയച്ചു തന്നു. ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം എനിക്കത് ഇഗ്നോർ ചെയ്ത് വിടേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഫൈനൽസ് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ എനിക്ക് ഇഷ്ടപ്രകാരം ചെയ്യാമായിരുന്നു. ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമല്ല, എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ രണ്ടാമത്തെ വരവിൽ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം, സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലതവണ ഉണ്ടായിട്ടുണ്ട്. ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എണീറ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, കാരണം ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വരണം. അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഈ തടർവാദ രോഗികൾ വന്ന് ബിഗ് ബോസിൽ കളിക്കുന്ന പോലെയായിരുന്നു രണ്ടാമത്തെ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിപ്പോയതാണ്. അപ്പം അതിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല. പരാതിയില്ല, ദേഷ്യമില്ല എന്ന് പറയുന്നത് അപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു. ഞാൻ ഇടപെട്ടു. അതെ, അത് ആ ഹൗസിലാണ്. അവിടെ മാത്രമല്ല, നിങ്ങളെ കണ്ടെങ്കിലും എനിക്കറിയില്ല, കാരണം നിങ്ങളുടെ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ നിർബന്ധങ്ങളൊന്നുമില്ല. പല ഇൻസിഡൻസും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. കാരണം അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു അടുത്ത ബിഗ് ബോസിൽ ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. ഈ ആദ്യം ഹൗസിലേക്ക് എൻട്രി ചെയ്തു, അതിനുശേഷം പുറത്തു പോയി, തിരിച്ച് രണ്ടാമത് വന്നപ്പോൾ എന്തായിരുന്നു പിന്നത്തെ ഒരു പ്ലാൻ? എങ്ങനെ മുന്നോട്ട് പോകാനായിരുന്നു? എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ആദ്യം നിന്നപോലെ തന്നെ നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ആൾക്കാരോടുള്ള എൻ്റെ മനോഭാവം ഏറെ വ്യത്യസ്തമായിരുന്നു. അത് എല്ലാവരും വളരെ ജെന്യുവനായിട്ടുള്ള മനോഭാവമാണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മനഃപൂർവ്വം അവരുടെ ഗെയിമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും എല്ലാവരും എല്ലാം പറയും, അതിൽ കുറച്ച് ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എതിർപ്പുണ്ടാക്കാൻ സംസാരിച്ചിട്ടുണ്ടായ എതിർപ്പുകളെ പറ്റി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും എനിക്ക് സംസാരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പം എൻ്റെ പരിമിതികൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. അപ്പം അതിനെനിക്കൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം അമ്മയെ കണ്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു? കാരണം ഇങ്ങനെ ഒരു സംവത്സരം വലിയൊരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചാണ് അമ്മ ഞാൻ കാണുന്നത്, പരിക്കിന് ശേഷം കാണുന്നത്. എന്ത് പറഞ്ഞു അമ്മ? എന്ത് പറഞ്ഞു? അമ്മ അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടല്ലേ. അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് എൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഇങ്ങനെ ചോദിച്ച ചോദ്യം, അപ്പോൾ ആ വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ല. എന്നെപ്പറ്റി പുറത്തെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എൻ്റെ വീട്ടുകാരുടെ ജീവനോട് ഇരിപ്പുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ ഒരു അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതുകൂടെ പരിഗണിക്കണമായിരുന്നു. അപ്പോൾ അതുമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ വിചാരം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത് ഒന്നെങ്കിൽ വിന്നറാകും അല്ലെങ്കിൽ ടോപ്പ് 5ലേക്ക് എത്തുന്നതാണ്. അല്ലാണ്ട് ഞാൻ ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യുന്നല്ലോ അമ്മ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മയെന്നല്ല, ഏതൊരു അമ്മയാണെങ്കിലും ആ സമയത്ത് ആ രീതിയിലായിരിക്കും അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും.